ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര ചെടികളുടെ കഥ. എല്ലാരും ഇരിക്കി. ഇന്ന് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ്. വരാൻ പോകുന്ന സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ UP വിഭാഗം നാടകം നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഹാദേവന്റെയും പാർവതിയുടെയും കഥ ഒരു മുത്തശ്ശി തന്റെ കൊച്ചുമക്കളോട് പറയുന്നതായിട്ടാണ് നമ്മുടെ നാടകത്തിന്റെ ഒരു പ്രധാന കഥ. അപ്പൊ താല്പര്യമുള്ളവര് ഉച്ചയ്ക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണം. നമുക്ക് അവിടെ വെച്ച് സെലക്ട് ചെയ്യാം ഓരോ ആൾക്കാരും. ഓക്കെ, നീ പോകുന്നുണ്ടോ? ഓ, ഞാനില്ലേ, ഞാൻ വരെ കാണാൻ വരാം. ഞാൻ വരുന്നുണ്ടേ, ഞാനും. എന്നാ നമുക്ക് പോകാം. മോഹൻദാസിന്റെ ഉച്ചിഷ്ട അമേന്യോ 4 നേരം ദൃഷ്ടാന്തം വെട്ടി വീഴും. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഞാൻ ആരാണാവോ? ഓരോ തമ്പ്രാട്ടിയാണോ മാഷേ? ഇനി കോഴിക്കറി തരുമോ? പറ്റത്തില്ല. നീ 5 പാത്രം കോഴിക്കറിയും കഴിച്ചു, 10 പൊറോട്ടയും കഴിച്ചു. അതുകൊണ്ട് നിനക്ക് ഇനിയും കോഴിക്കറി തരത്തില്ല. അവിടെ എന്തുവാടാ, കഷ്ടമുണ്ടാടാ. ഞാനൊരു പാവമല്ലേടെ, എനിക്ക് ചില കോഴിക്കറി താടാ. പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. എടാ, എന്റെ വിശപ്പ് മാറാത്തോണ്ടല്ലേടാ. എല്ലാരും ഇങ്ങോട്ടൊന്ന് നിന്നേ. അപ്പൊ നമ്മള് നാടകത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേര് വിളിക്കാം. 5Bയിൽ നിന്ന് മഞ്ജു, അരുൺ, പ്രീതി. 5Bയിൽ നിന്ന് രാജീവും പാർവതി. അപ്പൊ എല്ലാരും ഇപ്പൊ ക്ലാസ്സിൽ പൊക്കോളും. സമയമാകുമ്പോ ഞാൻ വന്ന് വിളിക്കാം. നിനക്ക് സെലക്ഷൻ കിട്ടിയില്ലേ? ആടി, എനിക്ക് കിട്ടി. എന്തായാലും പ്രദീപിന്റെ സെലക്ഷൻ കിട്ടാനൊരു ഭാഗ്യമായി. സെലക്ഷൻ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ബിസ്ക്കറ്റും ചവച്ചുകൊണ്ട് അഭിനയിച്ചേനായിരുന്നു. ശരിയാ, അവൻ ആകെ അഭിനയിക്കാൻ അറിയാവുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നത് മാത്രമാണ്. സെലക്ഷൻ കിട്ടിയവരെല്ലാരും സ്റ്റാഫ് റൂം വരെ ഒന്ന് വരണേ. നമുക്ക് മറ്റു ടീച്ചേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം അതിനെ പറ്റി. ഓക്കെ ടീച്ചർ. എല്ലാവരും ഇങ്ങോട്ട് നിരന്ന് നിന്നേ. ബിന്ദു ടീച്ചറെ, ശാല ടീച്ചറെ, ഇവരെയൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ. ഇതില് മഞ്ജുവിനെ പാർവതിയായിട്ടും രാജീവിനെ ശിവനായിട്ടുമാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നത്. പിന്നെ പ്രീതിയും അരുണും കുട്ടികള്, പിന്നെ പാർവതി അതിലെ മുത്തശ്ശിയായിട്ടും. അല്ല ടീച്ചറെ, പാർവതിക്കല്ലേ പാർവതിയുടെ വേഷം കുറച്ചുകൂടി ചെയ്യുന്നത്? അവൾക്കാണെങ്കിൽ നല്ല വലിയ കണ്ണും നല്ല മുടിയും ഒക്കെ ആയിരിക്കും. പാർവതിയുടെ വേഷം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പാർവതിക്ക് തന്നെ ആയിരിക്കും. അത് ടീച്ചറെ, മഞ്ജു ഡാൻസർ അല്ലേ, അതാ അവളെ എടുത്തത് പാർവതിയായിട്ട്. അല്ല, അതിപ്പോ പാർവതിയും ഡാൻസർ അല്ലേ, അവൾ എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുക? അവള് വേണ്ട ടീച്ചറെ,
അവളെ ആവുമ്പോ വെളുപ്പിക്കാൻ ഭയങ്കര പാടാ. എന്തോരം പുട്ടി അടിച്ചാലോ ഒന്ന് വെളുക്കുന്നത്. മഞ്ജു ആവുമ്പോ വെളുത്തല്ലേ, അതാ അവളെ തന്നെ അങ്ങ് എടുത്തത്.